ഹായ് ഗൈസ്, ചെമ്പനീർ പൂവ് പ്രമോ റിവ്യൂവിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ചന്ദ്രമതി ഇടതുകാൽ വെച്ചു തന്നെ വീട്ടിനുള്ളിൽ കയറി. സച്ചി വേഗം ചന്ദ്രമതിയെ സോഫയിൽ പിടിച്ചിരുത്തിയ ശേഷം ഇരുത്തുന്നു. അന്നേരം രവിയേട്ടൻ ചന്ദ്രമതിയോട് പറയുന്നത്, നാഴികയ്ക്ക് 40 വട്ടം എൻ്റെ വീട് എൻ്റെ വീട് എന്ന് നീ പറയാറുണ്ടല്ലോ, പിന്നെ എന്തിനാ നീ ഇവിടെ നിന്നും പോയത് എന്ന്. അത് കേട്ടപ്പോൾ ചന്ദ്രമതി മുഖം തിരിച്ചു പിടിക്കുന്നു. പിന്നീട് സച്ചി തുടങ്ങി, ഞങ്ങൾക്ക് അമ്മയുടെ ചീത്ത കേൾക്കാതെ ഒരു സുഖവും ഉറക്കവും ഉണ്ടായിരുന്നില്ല. ഇപ്പൊ സമാധാനമായി. ഇനി എല്ലാ ദിവസവും രാവിലെ സുപ്രഭാതം പോലെ അമ്മയുടെ വഴക്കു കേൾക്കാലോ എന്ന് പറയുമ്പോൾ ചന്ദ്രമതി പറയുന്നത്, ഇവൾ നിൽക്കുന്നത് കൊണ്ട് എനിക്ക് കുഴപ്പമില്ല, പക്ഷെ ഇവളുടെ വീട്ടിൽ ആരും ഇവിടെ വരാൻ പാടില്ല എന്ന്. അതിന് രേവതി ചോദിക്കുന്നത്, എൻ്റെ അമ്മയും അനുജത്തിയും എന്ത് തെറ്റാ ചെയ്തത്? എന്നെ കാണണമെന്ന് തോന്നുമ്പോൾ അവർക്ക് വരണ്ടേ? അതുമല്ല, വിശേഷ ദിവസങ്ങളൊക്കെ വരുമ്പോൾ അവർക്ക് വരണ്ടേ എന്ന് ചോദിക്കുന്നു. വേണ്ട, വിശേഷ ദിവസങ്ങളാണെങ്കിലും അല്ലെങ്കിലും അവർ വരണ്ട, അതെനിക്കിഷ്ടമല്ല എന്ന്. പിന്നീട് ശ്രുതിയോട് പറയുന്നത്, അച്ഛൻ വിളിച്ചിട്ടാണ് അമ്മ വന്നത് എന്ന് പറയുന്നത് വെറുതെയാ ശ്രുതി. അങ്ങനെയാണെങ്കിൽ അച്ഛൻ പോയി വിളിച്ചപ്പോൾ തന്നെ അമ്മ വരണ്ടേ? ഇത് അതൊന്നുമല്ല, വേറെ എന്തോ സംഭവിച്ചിട്ടുണ്ട് എന്ന് ശ്രുതി പറയുമ്പോഴാണ് ശ്രുതിയും അതേപ്പറ്റി ആലോചിക്കുന്നത് തന്നെ. ഇതൊക്കെയാണ് പ്രമോവായി കാണിച്ചത്. പ്രമോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്തൊരു എപ്പിസോഡിന്റെ പ്രമോവുമായി വരുന്നതുവരെ കാത്തിരിക്കുക.